ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞ സന്ദേശത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നത്തെ ചിന്തയ്ക്കും ആധാരമായിട്ടെടുക്കുന്നത്. ഞാൻ പറഞ്ഞത് സൗഹൃദത്തെക്കുറിച്ചാണ്, സുദൃഢമായ ബന്ധത്തെക്കുറിച്ചാണ്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. സുഹൃത്ത് എന്ന് പറയുന്ന പദം എത്രമാത്രം മീനിങ് ഫുൾ ആണെന്ന് ഒരുപക്ഷെ നമ്മൾക്ക് മനസ്സിലായിട്ടില്ല. സൗഹൃദം, സുഹൃത്ത് എന്ന പദത്തിന് ആഴത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ആഴങ്ങളുണ്ട് എന്ന കാഴ്ചപ്പാട് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച സത്യങ്ങൾ ചിലതൊക്കെ ആവർത്തിക്കപ്പെട്ടാലും നമ്മൾ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം ഇന്ന് ബന്ധത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച്, സ്നേഹബന്ധത്തെക്കുറിച്ചാണ്. ആരാണ് ഒരു സുഹൃത്ത്? നിങ്ങളിൽ എത്ര പേർക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്? താങ്ക് ഗോഡ്. ഒരാൾക്ക് 3 മുതൽ 5 പേര് വരെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എല്ലാവരോടും നമുക്ക് ഒരു അസോസിയേഷൻ ഉണ്ട്. ആ ബന്ധങ്ങളിലെ ആഴങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എല്ലാവരും നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളാവില്ല. കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ സർക്കിളിൽ 3 പേരായിരുന്നു. അവരെ 3 പേരെ കൂട്ടിക്കൊണ്ടാണ് പർവ്വതത്തിലേക്ക് പോയത്. മുഖപക്ഷം ഉണ്ടായിട്ടല്ല. ഒരു മനുഷ്യന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് സുഹൃത്തുക്കൾക്ക് സമയം കൊടുക്കണം, അവരോടൊപ്പം സമയം ചെലവഴിക്കണം. അത് വളരെ എഫേർട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവരോടും നമുക്ക് ഉറ്റ സൗഹൃദം സാധ്യമല്ല. അത് സിംപ്ലി നോട്ട് പ്രാക്ടിക്കൽ ഫോർ ഓൾ ഓഫ് അസ്. നമുക്ക് ആർക്കും കഴിയില്ല. പക്ഷെ നമുക്ക് അടുത്ത് നമ്മൾ വളരെ ഹൃദയം പങ്കുവയ്ക്കുന്ന, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന, അവരുടെ സങ്കടങ്ങൾ നമുക്കറിയാവുന്ന, വളരെ പരമാർത്ഥതയോടെ അവരെ സഹായിക്കാൻ, അവരെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന, അവരെ സംരക്ഷിക്കാൻ. ഒരു സുഹൃത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ ഒരു സുഹൃത്തിനൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവനെ കവർ ചെയ്യണം. എന്ത് വില കൊടുത്ത് കവർ ചെയ്യാൻ നമ്മൾ പോകാൻ തയ്യാറാവുകയാണ്. അതാണ് സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കർത്താവ് പറഞ്ഞത്, കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഓടായിട്ട് തോന്നണ്ട. ഈ അടുത്ത കാലത്ത് നമ്മൾ ആരും അധികം അറിയപ്പെടാത്ത ഒരു ഹീറോ അതിലുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല, ഒരു ഹീറോയെ വെച്ച് മലയാളം ബോക്സ് ഓഫീസിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പണം വാരിക്കൂട്ടിയ ഒരു സിനിമ ഇറങ്ങി. സിനിമയെക്കുറിച്ച് ചർച്ചിൽ പറയാമോ എന്ന ഡിബേറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നത്തിങ് റോങ്. കുഞ്ഞുങ്ങൾ എപ്പോഴും ചോദിക്കുന്ന സിനിമ കാണുന്നത് തെറ്റാണോ പാപമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ സിമ്പിളായിട്ടുള്ള എൻ്റെ മറുപടി, സിനിമ കണ്ട് സമയം കളഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്കൊരല്പം എൻ്റർടൈൻമെൻറ്റ് വേണ്ടി നല്ല ക്വാളിറ്റിയുള്ള ഒരു മൂവി വളരെ അധ്വാനിച്ച് അവരുണ്ടാക്കിയത് സീരിയലിനെക്കാട്ടിൽ 10 മടങ്ങ് നല്ലതാണ് ഒരു മൂവി എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം അതിന് നല്ല അധ്വാനവും ചിന്തകളും എഫേർട്ടും ഇട്ടിട്ടാണ് ഒരു മൂവി ഇറക്കുന്നത്. നല്ല മൂവി, നല്ല ചിന്തകൾ അതുണ്ട്. സീരിയൽ അങ്ങനെയല്ല. അപ്പോൾ സീരിയൽ കാണാൻ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം അതത്ര ക്വാളിറ്റി ഉള്ളൊരു വർക്കല്ല അവർ ചെയ്യുന്നത്. പക്ഷേ നല്ല മൂവീസ്, എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള മൂവീസ്, അവർ ഒരു കോംപ്ലക്സിൽ 10-20 മൂവികൾ പ്ലേ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷണൽ മൂവി കാണാൻ പ്രത്യേക സൗകര്യം പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇവിടെ നമ്മുടെ ഇടയിലും അങ്ങനെയൊക്കെ വന്നു. അത് പോകട്ടെ. സോ മൂവി കണ്ടുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടമാക്കാൻ ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള മൂവി ഓടിച്ചു കാണുന്നതിലോ അതിനൊന്നും ഒരു തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സമയം എപ്പോഴും വിലപ്പെട്ടതാണ് എന്ന കരുതൽ നമുക്ക് വേണം. നമ്മൾ വെറുതെ സമയം നഷ്ടമാക്കി കളയരുത്. ആ ഒരു കൺസേൺ എനിക്കുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളത് ഫിൽട്ടർ ചെയ്ത് വേണം നമ്മൾ മൂവികൾ കാണാൻ. അത്രയും ഞാൻ കുഞ്ഞുങ്ങളിരിക്കുന്നുണ്ട് ആ കാര്യം കൂടെ പറയട്ടെ. അപ്പോൾ വെറുതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം, ഫ്രൂട്ട്ഫുള്ളായ സമയം വെറും എൻ്റർടൈൻമെൻറ്റുകളും മൂല്യമില്ലാത്ത കാർട്ടൂണുകളും കണ്ട് കളയരുത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂവിയിലേക്ക് വരാം. ഈ മൂവി
വലിയൊരു ഹീറോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ നല്ലൊരു ഹീറോ ഇല്ലാതെ അഭിനയിക്കുന്ന ഒരു മൂവി വിജയിക്കത്തില്ല. ഒരു ഹീറോയുടെ പ്രതിഫലവും നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും വളരെ വലുതാണ്. ഈ മൂവി വലിയൊരു ഹീറോ ഇല്ലാതെ എടുത്തിട്ടും കേരളത്തിലും തമിഴ്നാട്ടിലും ഈ പല സംസ്ഥാനങ്ങളിലും ഭയങ്കര കളക്ഷൻ നേടി ഈ മൂവി. എന്താണ് കാരണമെന്നറിയാമോ? അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഇത് വിജയിക്കാനും മാത്രം ഇതിൻ്റെ അകത്ത് ഇത്ര വലിയ കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിലൊരു കാരണമുണ്ട്. ആ കാരണം ഇതൊരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തുണ്ടാക്കിയ മൂവിയാണ്. മൂവിയുടെ പേരറിയാമോ? മഞ്ഞുമ്മൽ ബോയ്സ്. യു ആർ ബെറ്റർ ദാൻ മീ. ദാറ്റ്സ് റൈറ്റ്, മഞ്ഞുമ്മൽ ബോയ്സ്. ഞാൻ ഇനിഷ്യലി ഇതിനൊരു പ്രാധാന്യമേ നൽകിയില്ല. പക്ഷെ പിൽക്കാലത്ത് ഇതിൻ്റെ റിവ്യൂസും മറ്റുമൊക്കെ വായിച്ചപ്പോഴാണ് ഇത് അമേസിംഗ് ആയ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റോറി ഇതിൻ്റെ നടുവിലുണ്ട്. അതാണ് ഇത് വിജയിക്കാനുള്ള കാരണം. ഇതൊരു ശരിയായ കഥയാണ്. ശരിയായ കഥയായതുകൊണ്ട് തന്നെ അതിലെ ശരിയായ വിധത്തിൽ തമിഴ്നാട്ടിലെ എവിടെയാ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്, കൊടൈക്കനാലിലെ ഗുണ കേവില് ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്ന് പോയി അതിലൊരാൾ ഗുഹയ്ക്കകത്ത് കുഴിയിൽ അകപ്പെട്ടപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് അവനെ ഉപേക്ഷിച്ച് പോകാതെ എന്ത് വില കൊടുത്തും ജീവൻ കൊടുത്തും അവനെ രക്ഷിക്കാനുള്ള നിർണയത്തോടെ രക്ഷിച്ചെടുത്ത ഒരു ഹീറോയിക് ആക്ടിവിറ്റി ഇവിടെ നടന്നിട്ടുണ്ട്. ആ സത്യത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താ കാരണം? എന്താ ഇത് വിജയിക്കാൻ? ഞാൻ വിചാരിക്കുന്നത് സൗഹൃദത്തിൻ്റെ ആഴമാം. ജനങ്ങളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദൈവത്തെ അറിഞ്ഞവരല്ലോ ഇത് കൂടുതലും കാണുന്നത്. സൗഹൃദത്തെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പരമാർത്ഥമായ സ്നേഹത്തിന് മനുഷ്യൻ മൂല്യം നൽകുന്നുണ്ട്. അപ്പൊ ഒരു സ്നേഹിതൻ ആരാണ്? ഏറ്റവും നല്ല സ്നേഹിതനെ കുറിച്ച് ഒരു നല്ല റൈറ്റിംഗ് ഇങ്ങനെയാണ്: സ്നേഹിതനോട് നമുക്ക് ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും we divide our sorrows and we multiply our joys എന്നാണ്. നമ്മുടെ സന്തോഷങ്ങളെ 10 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാനും നമ്മുടെ സങ്കടങ്ങളെ വിഭജിച്ച് അതിനെ ലഘൂകരിക്കാനും സഹായിക്കുന്നതാണ് ഒരു സുഹൃത്ത് എന്ന്. How is that? Are you with me? ഈ നിലയിൽ നിങ്ങൾ ദൈവത്തെ ഒന്ന് കാണാമോ? നമ്മുടെ സങ്കടങ്ങളെ ഡിവൈഡ് ചെയ്ത് ലഘൂകരിക്കുകയും നമ്മുടെ സന്തോഷങ്ങളെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നതിൽ ബൈബിൾ അടിസ്ഥാനത്തിൽ തെറ്റുണ്ടോ? That is what God wanted. പക്ഷെ നമ്മളും ഒരു യഥാർത്ഥ സുഹൃത്തിന്റെ വിശദീകരണം അതാണ്. ഷെയർഡ് ജോയ് ഈസ് ഡബിൾ ജോയ് എന്നൊരു പൊതുവായ പദമുണ്ട്, പൊതുവായ ഒരു ആപ്തവാക്യമുണ്ട്. പക്ഷെ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ജോയ് ആണെന്ന് പറയും. മനുഷ്യർക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് താമസിക്കാൻ ദൈവത്തിന് ഓരോരോ പ്ലാനറ്റുകൾ ഉണ്ടാക്കാമെന്ന് ഞാൻ ചുമ്മാ തമാശയ്ക്ക് ചിന്തിക്കാറുണ്ട്. കാരണം അത്രയ്ക്കും അധികം പ്ലാനറ്റുകൾ, ഗോളങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുത്താലും ഒരുപാട് അധികമായിരിക്കും. പക്ഷെ നമ്മൾ മാത്രമുള്ളൊരു ലോകത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ, ബന്ധങ്ങളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിച്ചേ. എത്ര ഭീകരമാണ് ആ ചിന്ത. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പം ആദ്യത്തെ പ്രശ്നം മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുമ്പേ ദൈവം നല്ലതല്ലെന്ന് കണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഏകാന്തതയാണെന്ന് ഞാൻ പറഞ്ഞു. ഏകാന്തത നല്ലതല്ല. ബൈബിളിന്റെ ആകപ്പാടെയുള്ള തീം തന്നെ അതാണ്. അതിലേക്ക് ഞാൻ വരാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇൻ ദ ബിഗിനിങ്, ബാക്കി നിങ്ങൾ പറയും ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു. ഇൻ ദ ബിഗിനിങ് ഗോഡ് വാക്ക്ഡ് വിത്ത് us. ബൈബിളിന്റെ സ്റ്റോറിയുടെ ആകത്തുകയാ പറയുന്നത്. ഇൻ ദ ബിഗിനിങ് ഗോഡ് വാക്ക്ഡ് വിത്ത് us. ദൈവം നമ്മളോട് കൂടെ നടന്നു, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ദൈവത്തെ വേണ്ട, തന്നെ നടക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ദൈവം നമ്മുടെ അടുക്കലേക്ക് ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് ആവുമോ എന്ന് നമ്മളോട് ചോദിക്കുന്നതല്ലേ ശരിക്കും ബൈബിൾ? യു ടെൽ മീ. അതല്ലേ സത്യത്തിൽ ബൈബിൾ മുഴുവൻ്റെ ഒരു ആകത്തുക? God
ടേക്കിംഗ് ഇനിഷ്യേറ്റീവ് ടു കം ടു അസ് എൻ്റെ ഫ്രണ്ട് ആവുമോ? എന്തിനാ? നമ്മുടെ മെച്ചത്തിന് വേണ്ടി ദൈവം നമ്മുടെ ഫ്രണ്ട് ആവുക. ദൈവത്തോട് കൂട്ടായ്മയുണ്ട്, മഹത്വമുണ്ട്, യെസ്. പക്ഷേ ഹി ഈസ് ആഫ്റ്റർ അസ്. ഹി ഈസ് ആഫ്റ്റർ, വിൽ യു ബി മൈ ഫ്രണ്ട്? അവൻ സ്വന്തത്തിലേക്ക് വന്നു. എന്തിനാ? എൻ്റെ ഫ്രണ്ട് ആകുമോ എന്ന് ചോദിക്കാനാ. നിങ്ങളെ രക്ഷിക്കാനാണ്. രക്ഷകൻ എന്നുള്ള പേര് നമ്മൾ ഇട്ടു, എൻ്റെ ഫ്രണ്ട് ആകുമെന്നല്ലേ തമ്പുരാൻ ചോദിക്കുന്നത്. That is what the Bible is all about. ബൈബിളിന്റെ ആകത്തുക അതാണ് പ്രിയരെ. ഫ്രണ്ട്ഷിപ്പ് ബൈബിളിന്റെ ഹോൾസം തീമാണ്. ഹോശേയയുടെ പുസ്തകം നമ്മൾ ആവർത്തിച്ച് ചിലപ്പോഴെങ്കിലും ധ്യാനിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്റെ പുറകെ, ഞാൻ ഒരിക്കൽ ആ ഭാഗം പ്രസംഗിച്ച് പറഞ്ഞു, മനുഷ്യന്റെ പുറകെ നാണം കെട്ട് വരുന്ന ഒരു ദൈവത്തെ അല്ലേ ശരിക്കും ഹോശേയ വിളിച്ചു കാണിക്കുന്നത്, വരച്ചു കാണിക്കുക തന്റെ ജീവിതത്തിലൂടെ. He is after us, will you be my friend? പുറകോട്ട് പോകരുത്, എന്നോടൊപ്പം നടക്ക്, എന്നോടൊപ്പം നടക്ക് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ലേ നമ്മൾ കാണുന്നത്. വാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന, അകത്ത് വന്ന് നമ്മളോടൊപ്പം കൂട്ടായ്മ ആചരിച്ച് അത്താഴം കഴിക്കാൻ, ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ വരച്ചു കാണിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതെ മനസ്സോടെ വാതിൽ തുറക്കുന്നവരെ കാത്തിരിക്കുകയാണ് ദൈവം. മനസ്സോടെ എന്ന് പറഞ്ഞ് വാതിൽ തുറക്കാൻ നമുക്ക് മനസ്സാണോ? ബിക്കോസ് ഗോഡ് ഈസ് എ ജെന്റിൽ ഫ്രണ്ട്. ഈ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് തമാശക്കായിട്ടാണെങ്കിലും ചോദിക്കുന്നത്. എന്താ, കർത്താവിനൊന്ന് തള്ളിയ വാതിൽ തുറക്കാൻ പറ്റില്ലേ? യെസ്, പക്ഷേ ഹി ഈസ് എ ജെന്റിൽ ഫ്രണ്ട്. ഹി വുഡന്റ് ഡു ദാറ്റ്. നമ്മളെ ആ മഹത്വത്തോടെ സൃഷ്ടിച്ച കർത്താവ് ഒരിക്കലും നമ്മളെ സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹത്തിന്റെ നിർബന്ധങ്ങൾ ഉണ്ടായാലും നമ്മുടെ സ്വാതന്ത്ര്യത്തിനെതിരെ ദൈവം പ്രവർത്തിക്കുന്നില്ല. സ്വമേധയാ വാതിൽ തുറന്നു കൊടുക്കുന്ന, സന്തോഷത്തോടെ യഹോവയെ സേവിക്കുന്ന, സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുന്ന അതിൻ്റെ തുടർച്ചയാണ്. സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി വാതിൽ തുറക്കുന്ന ആളുകൾ, ആ ആളുകളെയാണ്, ആ മക്കളെയാണ് ദൈവം ശരിക്കും നോക്കുന്നത്. അങ്ങനെ ഒരു മകനും മകളും ആയിത്തീരാൻ എനിക്ക് മനസ്സുണ്ടെന്ന് ആരെങ്കിലും ഇന്ന് പറയുമോ? ആ വിധത്തിൽ ദൈവം എൻ്റെ സ്നേഹിതൻ. വാസ്തവത്തിൽ ദൈവത്തോടുള്ള ആ സ്നേഹബന്ധത്തെ മാത്രം വീണ്ടെടുക്കാനല്ല, അന്യോന്യമുള്ള സ്നേഹബന്ധത്തെയും കൂടെ വീണ്ടെടുക്കപ്പെടുകയാണ് നടക്കുന്നത്. മനുഷ്യൻ ദൈവത്തോട് ബന്ധം വിച്ഛേദിച്ചപ്പം, സൗഹൃദം വിച്ഛേദിച്ചപ്പം, ഞാൻ ഇന്നത്തെ തീമിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചത് എന്താണ്? ആദാമും ഹവ്വയും തിന്മ ചെയ്ത് ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിച്ചപ്പോൾ സംഭവിച്ചത്, അവരുടെ കുടുംബത്തിൽ തന്നെ കലഹത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച് അന്യോന്യം അവർ ശത്രുത ഉണ്ടായി എന്നുള്ളതാണ്. സൗഹൃദത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ശത്രുതയാണ്. നമുക്ക് ശരിക്കും ശത്രുത ആരോടാണ്? നമുക്ക് ദൈവത്തോടും ശത്രുത, നമ്മൾ മനുഷ്യരോടും നമുക്ക് ശത്രുത വന്നു. ദൈവത്തോടും മനുഷ്യരോടും ശത്രുത വന്നു. ആദാമിന്റെ കുടുംബത്തിൽ തന്നെ, അവരുടെ ആദ്യ കുടുംബത്തിൽ തന്നെ കൊലപാതകം നടന്നു. നമ്മൾ ദൈവത്തോട് ശത്രുക്കളാകുമ്പം നമ്മൾ അന്യോന്യവും ശത്രുക്കളാകുകയാണ്. നമ്മൾ വിഘടിക്കുകയാണ്. നമ്മൾ സ്വേച്ഛയെ അന്വേഷിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയുകയില്ല. നമ്മളുടെ ശത്രു എന്ന ബൈബിൾ ആദ്യം ഉപയോഗിക്കുന്ന പദം തന്നെ, ഞാൻ സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം. അവിടെ അത് പ്രതിനിധീകരിക്കുന്നത് എന്താണ്? നമുക്കും പൈശാചിക ലോകത്തിനും തമ്മിൽ ശത്രുത്വമുണ്ട്. അതിന്റെ സിംബോളിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ത്രീക്കും, പക്ഷെ ലിറ്ററലി മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പാമ്പിനെ ശപിച്ചപ്പോൾ അവിടെയാണ്, ആ ഘട്ടത്തിലാണ് രേഖപ്പെടുത്തിയത്. ഇമ്മീഡിയറ്റ്ലി അത് പാമ്പാണെങ്കിൽ, അത് പ്രതിദാനം ചെയ്ത ഈവിൾ വേൾഡിനെ ആണെങ്കിലും സ്ത്രീകൾക്കാണ് അത്ര പാമ്പിനെ ഏറ്റവും കൂടുതൽ പേടി. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ പാമ്പെന്ന് എഴുതി കാണിച്ചാൽ മതി. ഐ എം ഓൾസോ അഫ്രൈഡ് ഓഫ് സ്നേക്സ്, ഓണസ്റ്റ്ലി. കാരണം എൻ്റെ കൊച്ചു പ്രായത്തിൽ പാമ്പിനെ കണ്ട് ഞാനും പേടിച്ചിട്ടുണ്ട്.
വഴി യാത്രയിൽ. തിരിച്ചു വരട്ടെ, ഈ പാമ്പെന്ന് മാത്രമല്ല, റെപ്റ്റൈൽസിനെ മുഴുവനായിട്ട് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കൂടുതൽ പേടിയാണ്. ഈ നമ്മുടെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാൻ, ഇങ്ങനെയുള്ള എന്താ പറയുക, പാമ്പിൻ്റെ കടിയിൽ നിന്നൊക്കെ സൂക്ഷിക്കാൻ മാതാക്കൾക്ക് പിതാക്കന്മാരെക്കാൾ കൂടുതൽ ജാഗ്രതയുണ്ടെന്നാണ്, ഇത് ബൈബിൾ പറയുന്നതൊന്നുമല്ല, മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. പക്ഷെ ബൈബിൾ അവിടെ പറയുന്ന ഈ ശത്രുത ഒരിക്കലും പാമ്പിനോട്, ഈവിൾ സ്പിരിറ്റ് വേൾഡിനോട് ബന്ധിച്ചാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ശത്രുത നിലനിൽക്കുന്നു, ഇന്നും നിലനിൽക്കുന്നു. ഇപ്പൊ നമ്മള് ദൈവത്തോട് മിത്രങ്ങളാവാൻ, അന്യോന്യം മിത്രങ്ങളാവാൻ വേണ്ടി അതിന് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാമോ? ഇതിന്റെ ഇടയിൽ പ്ലേ ചെയ്യുന്ന കാണാത്ത ഒരു ശത്രുവുണ്ട്. ആ ശത്രു നമ്മളെപ്പോഴും ദൈവത്തിന്റെ മിത്രങ്ങളാവുന്നതിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുക, അന്യോന്യവും അകറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ലോകത്തിലെ ഏത് നാട്ടിലെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കിയാൽ എന്താണ് ചരിത്രമെന്ന് ഞാൻ ഇവിടെ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്. ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് വീണ്ടും പറയാം. മനുഷ്യ ചരിത്രം തന്നെ എന്താണെന്ന് ഒരു ചരിത്രകാരൻ പറഞ്ഞത്, മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതയാണ് മനുഷ്യ ചരിത്രത്തിന്റെ ആകത്തുകയെന്ന്. മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതയാണ് മനുഷ്യ ചരിത്രത്തിന്റെ ആകത്തുക. ഏത് നാട്ടിലെടുത്താലും ഇതൊരു സത്യമാണ്. നമ്മുടെ നാട്ടിലെടുത്തേ, എത്ര ഭീകരമായ കാര്യങ്ങളാ. കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ ഇവിടെ നടക്കുന്ന ഈ ഉച്ചനീചത്വങ്ങളെ കുറിച്ച്, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയെ കുറിച്ചൊക്കെ പറഞ്ഞ നമ്മുടെ ഈ കേരളത്തിന്റെ ദുരവസ്ഥ തന്നെ അറിയാവുന്ന പ്രായമുള്ളവർക്ക് ഞാൻ പറയുന്ന സത്യങ്ങൾ അറ്റസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ കേട്ടോ, ഇതൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ സത്യമായിരുന്നോ എന്ന് പോലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. താഴ്ന്ന വർഗക്കാർക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിച്ചു കേൾക്കാൻ അവസരമില്ലാത്ത, അക്ഷരാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത ഒരു കാലം, അവരെ കണ്ട ദൂരത്ത് മാറിപ്പോകേണ്ടിയിരുന്ന ഒരു കാലം. മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതയല്ലേ ഇവിടെ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കലഹിച്ചത്. സ്വാതന്ത്ര്യത്തിന് പോരാട്ടം നടന്നിട്ടുണ്ടെന്ന് സത്യമാണ്. എത്ര ഹീനമായ കാര്യങ്ങള്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നമ്മളെ ലൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത ക്രൂരകൃത്യങ്ങള് ക്രൂരതയല്ലേ? നമ്മുടെ ആളുകളെ വിഭജിച്ച് ഭരിക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങള്. ഇനി ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞ് ഇവിടെ നടക്കുന്ന അഴിമതികൾ, ഇന്നും നടക്കുന്ന ദുരവസ്ഥകള് എല്ലാം മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതയല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഇത് നമ്മുടെ നാട്ടിലെ ചരിത്രം. ഏത് നാട്ടിലും എടുത്തുനിന്ന് പഠിച്ചു നോക്ക്. അവരുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ രക്തച്ചൊരിച്ചിലില്ലാത്ത, ശത്രുതകളില്ലാത്ത ഒരു സമയങ്ങൾ ഒരു രാജ്യത്തും ഉണ്ടായിട്ടില്ല. അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ഏഷ്യൻ കൺട്രീസിലായാലും. എനിക്കറിയില്ലാത്തൊരു കാര്യമായിരുന്നു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ചൊരിഞ്ഞിട്ടുള്ള ക്രൂരനായ ഭരണാധികാരി എല്ലാവരും ചിന്തിച്ച ഹിറ്റ്ലറാണെന്ന്. പക്ഷെ ഹിറ്റ്ലറിനേക്കാൾ അതിക്രൂരനായ ഒരു ഭരണാധികാരി ഇങ്ങ് കിഴക്ക് മംഗോളിയയിൽ ജീവിച്ചിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ആണ് ഞാനത് മനസ്സിലാക്കിയത്. ആളുടെ പേരാർക്കെങ്കിലും അറിയാമോ? എനിക്കത് അങ്കിളിന് പറയാൻ കഴിയും. ഹിറ്റ്ലറിനേക്കാൾ ക്രൂരനായ ഒരു ഭരണാധികാരി ചരിത്രത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഗംഗിസ് ഖാൻ എന്നാണ്. അദ്ദേഹം അതിക്രൂരൻ. അദ്ദേഹത്തിന്റെ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾ ഗൂഗിൾ എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. 5ഉം 6ഉം തലകളൊക്കെ വെട്ടിയെടുത്ത് കൈക്കൊണ്ടുപോകുന്ന ക്രൂരനായിരുന്നു താൻ. സ്വന്തം ജനത്തെ കുഴിച്ചു മൂടാൻ ശ്രമിച്ച പോൾപോട്ട് ഭരണക്രമം കംബോഡിയയില, വിയറ്റ്നാമില്, ഇങ്ങനെ ലോകത്തെവിടെയും ഒന്ന് കണ്ടോടിക്ക്. മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതയുടെ അക്കൗണ്ടാണ് ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സിംഹഭാഗവും. എന്താ കാരണം? നമ്മൾ ദൈവത്തോട് വിഘടിച്ചു. എന്നാൽ ബൈബിൾ വാഗ്ദാനം ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? സൗഹൃദമുള്ള ദൈവരാജ്യത്തിന്റെ സ്ഥാപനം തന്നെ അതാണ്.
എല്ലാ ഭാഷകളും വംശങ്ങളും ജാതികളും വർഗങ്ങളും ഉച്ചനീചത്വങ്ങളും അല്ലാതെ വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ദൈവത്തിൻ്റെ മനസ്സാണ്. നമ്മൾ ഒന്നിച്ച് ദൈവത്തോടൊപ്പം അപ്പനും മക്കളും എന്ന പോലെ വാഴുന്ന ഒരു 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 ദർശനമല്ലേ യഥാർത്ഥത്തിൽ ബൈബിൾ നമ്മുടെ മുമ്പിൽ തരുന്നത്. അതിൻ്റെ അന്തസത്ത എന്താണ്? സ്നേഹമാണ്, സൗഹൃദമാണ്, ബന്ധമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആസ്വദിക്കുന്ന ബന്ധം തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്ന ദൈവം. നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് എന്ന സത്യം വീണ്ടും വീണ്ടും ബൈബിൾ ആവർത്തിച്ച് ഉറപ്പ് നൽകുന്നു. പക്ഷെ ആ ബന്ധം ദൈവത്തോടുള്ള ബന്ധത്തിൽ ആണ് തുടങ്ങേണ്ടത്. ദൈവത്തോട് നഷ്ടപ്പെട്ട ബന്ധം, ആ അനുരഞ്ജനമാണ് ആദ്യം വരേണ്ടത്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ആദ്യം ദൈവത്തോട് സമാധാനം. അതാണ് ക്രൂശിൽ നടന്നത്. ക്രൂശിൽ ദൈവത്തോട് മാത്രമല്ല മനുഷ്യനോടും നിരന്നു. നമ്മൾ അന്യോന്യം നിരക്കുകയാണ്. നമ്മൾ ഇന്ന് വിവിധ പശ്ചാത്തലത്തിൽ ജീവിച്ച ആളുകൾ ഒരു കുടുംബം എന്ന പോലെ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. ആ ബന്ധം, കടപ്പാടും ആ സ്വർഗീയമായ പ്രവൃത്തിയും നമ്മൾ ഒരിക്കലും മറന്ന് പ്രവർത്തിക്കരുത്. അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് ആ ഐക്യതയുടെ ആത്മാവിൽ തന്നെ നമ്മൾ മൂവ് ചെയ്യണം. ഒറ്റ തിരിഞ്ഞ് ആരും പോകരുത്. ഞാൻ എൻ്റെ സഹോദരൻ്റെ, എൻ്റെ സുഹൃത്തിൻ്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഞാൻ എൻ്റെ കാവൽക്കാരൻ മാത്രമല്ല, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കാവൽക്കാരനാ. ചില ഘട്ടങ്ങളിൽ എൻ്റെ സുഹൃത്തിൻ്റെ ആ കാവൽ കാത്ത് കിടക്കുന്നത് കൊണ്ടാണ് എനിക്ക് സംരക്ഷണമുള്ളത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. Therefore I am obligated to my brother, my friend. സഭയ്ക്കകത്തെ ബന്ധങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് വചനം പറയുന്നു. അത് ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. ഉൽപ്പത്തി 5:24 വാക്യം ശ്രദ്ധിച്ചേ. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു എന്ന പദം സൗഹൃദത്തിന് നിദാനമാണ്. ആമോസ് പറയുന്നത് എന്താണ്? രണ്ടുപേർ യോജിച്ചിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാം. അപ്പൊ അതെന്താണ്? ഇറ്റ്സ് ഫ്രണ്ട്ഷിപ്പ്. 300 കൊല്ലം, 1-2 കൊല്ലമല്ല, നമ്മളുടെ ആയുസ് തന്നെ വളരെ കുറവാണ്. 300 കൊല്ലം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ കൂടെ നടക്കാൻ പറ്റുമോ? യോജിക്കാതെ കൂടെ നടക്കാൻ പറ്റുമോ? അന്നത്തെ കിരാതമായ ലോകത്ത് പോലും ഹാനോക്ക് തുടങ്ങിയത് അങ്ങനെയൊന്നുമല്ല. ആരംഭകാലം അത്ര പ്രശാന്തമോ അല്ലെങ്കിൽ അത്ര സ്പിരിച്വലി ഭയങ്കര നല്ല നിലയിലൊന്നുമല്ല ഹാനോക്കിന്റെ പോയത്. അത് അവിടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. തൻ്റെ ആയുസ് മുഴുവൻ എടുത്തിട്ട് അതിൽ 300 കൊല്ലം മൈനസ് ചെയ്തിട്ട് നോക്കണം. ബാക്കിയുള്ള ആയുസ് താൻ ദൈവത്തെ അന്വേഷിച്ച് നടന്നില്ല. നമ്മളൊക്കെ അങ്ങനെയാ. ആയുസിന്റെ ഓരോ ഘട്ടങ്ങളിലാണ് കൂടുതൽ അടുപ്പത്തോടെ ദൈവത്തോടൊപ്പം നമ്മൾ നടക്കുന്നത്. വചനത്തോട് യോജിച്ച്, ദൈവസത്യങ്ങളോട് യോജിച്ച് നമ്മൾ ദൈവത്തോടൊപ്പം നടക്കുന്നു. ഞാൻ എപ്പോഴും സങ്കല്പിക്കുന്നൊരു കാര്യം, നല്ലൊരു പിതാവ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൈപിടിച്ച് നടക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് ചുറ്റും കണ്ണോടിക്കുമ്പോൾ കൗതുകമാർന്ന ലോകത്തെ വിസ്മയങ്ങളോടെ കണ്ടുകൊണ്ട് സംശയങ്ങൾ ചോദിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ ദൈവത്തോട് ചോദിച്ച് സംശയ നിവാരണം വരുത്തി കൂടെ നടക്കുന്ന പിതാക്കന്മാരുടെ കൈപിടിച്ച് കുട്ടിക്കാലത്ത് നടന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മുടെ തമ്പുരാൻ അങ്ങനെയുള്ള ഭാഗ്യം കിട്ടാത്തവരുടെയും കൈപിടിച്ച് ഇന്ന് നടക്കാൻ തയ്യാറാ. സാരാംശത്തിൽ എന്താണ് സൗഹൃദം? ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യം ഇതാണ്. സൗഹൃദത്തിൽ ദൈവം നമ്മുടെ ഈക്വൽ അല്ല. ദൈവം രാജാവാണെങ്കിലും നമ്മുടെ സൗഹൃദം ആഗ്രഹിച്ച് നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണെങ്കിലും നമുക്ക് ഈക്വൽ അല്ല. ദൈവം രാജാവാണ് എങ്കിലും
നമ്മളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് എന്ന ബോധത്തിലും ബഹുമാനത്തിലും ലോയൽറ്റിയിലും ദൈവത്തെ അനുഗമിക്കാൻ, ദൈവത്തോടൊപ്പം നടക്കാൻ നമുക്ക് കഴിയണം എന്ന കാഴ്ച നമ്മളാരും മറക്കരുത്. അല്ല, നമ്മുടെ സുഹൃത്തിൻ്റെ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറയുന്ന പോലെ ദൈവം ദൈവം നമ്മൾ പറഞ്ഞ് ആ വാക്കിന് പോലും നമ്മൾ പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പ്രിയരെ. എപ്പോഴും ഞാൻ ഓർക്കുന്നൊരു കാര്യം, ബൈബിളില് ദൈവം എന്ന ഒരു വാക്ക് എഴുതുന്നതിന് മുൻപ് അവരെന്തെല്ലാം അച്ചടക്കങ്ങൾ വരുത്തിയിട്ടാണെന്നറിയാമോ ദൈവം എന്ന് കുറിച്ചു വെച്ചത്? അവരതിനു വേണ്ടി പ്രത്യേക പേനയെടുക്കുമത്രേ. അവരുടെ കൈകാലുകൾ ശുദ്ധീകരിച്ച് പ്രത്യേക ശുദ്ധീകരണ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് അതീവ ഗൗരവത്തോടെയാണ് ദൈവം എന്നൊരു വാക്ക് എഴുതുന്നത്. എൻ്റെ പ്രസംഗത്തിലാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത്രയും ഒന്നും ശ്രദ്ധിച്ചൊന്നുമല്ല അത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കാൻ കരുണ ചെയ്യണമേ എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാറുണ്ട് ചിലപ്പോഴെങ്കിലും. ദൈവമേ, അത്രയും എത്ര കെയർഫുള്ളായിട്ട് അവർ ദൈവം എന്നൊരു വാക്ക് പോലും ബൈബിളിൽ എഴുതിയെന്നറിയാമോ? ക്രൈസ്റ്റ് എന്ന് എഴുതുമ്പോൾ മേ ഗോഡ് ഹാവ് മെർസി ഓൺ us. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, കേവലം കെയർലെസ് ആയ ഒരു സുഹൃത്തിനോടൊപ്പം യെസ് ദൈവം ആ നിലയിലേക്ക് നമ്മിലേക്ക് ഇറങ്ങി വരുന്നുവെങ്കിലും we shouldn't treat him like that. വലിയൊരു പദവിയായി അതിനെ കണ്ടുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു, ദൈവത്തിൻ്റെ സ്നേഹിതൻ. മോശ ദൈവത്തെ മുഖാമുഖം കണ്ടു. പുറപ്പാട് പുസ്തകം 33:11 ഇപ്പോൾ എടുക്കണ്ട. അപ്പോൾ ഇതെല്ലാം പറഞ്ഞെങ്കിലും ബൈബിൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും. ബാക്കി പറഞ്ഞാട്ടെ, അവന്റെ അർത്ഥം എന്താ? സോ ഹി ഈസ് എ ഫ്രണ്ട്. ആ വിധത്തിൽ സമീപസ്ഥൻ, വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ. അപ്പൊ അബ്രഹാമിന്റെ സുഹൃത്തായിരുന്നു, ആനോക്കിനോട് കൂടെ നടന്നു. ഇനി എന്നോട് കൂടെ നടക്കുന്നതിന് എന്തെങ്കിലും ഒരു രേഖ വേണ്ടേ, എന്തെങ്കിലും തെളിവെന്തേ? അതിതാണ് വിളിച്ചപേക്ഷിക്കുന്ന ഏവർ എന്ന പദത്തിൽ, എന്ന കാര്യത്തിൽ നമ്മൾ ഉൾപ്പെട്ടു. If you call upon him, he is near you, meaning that he is your friend. Hallelujah. Hallelujah. And with him we multiply our joys and divide our sorrows. He is so close. സമീപസ്ഥനായിരിക്കും. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ മറക്കാതെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. അത് കളക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയത്തില്ല. ദാറ്റ് മസ്റ്റ് ബി എൻ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ്, അല്ലേ? അങ്ങനെയാണോ പറയുന്നത്? കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുമെന്ന്. ഹൗ ക്ലോസ് ഈസ് ദാറ്റ് റിലേഷൻഷിപ്പ്? വാട്ട് എ പ്രിവിലേജ്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. യേശുവിൽ എത്ര വലിയൊരു സ്നേഹിതനാണ് നമുക്കുള്ളത് എന്നത് ഇന്ന് നമ്മിൽ ആവേശം ജനിപ്പിക്കട്ടെ പ്രിയരെ. നമുക്ക് വേണ്ടി ജീവൻ വെച്ചു തരാൻ മനസ്സ് കാണിച്ച സ്നേഹിതൻ. ആ സ്നേഹിതനല്ലേ കർത്താവ്? സഭയുടെ ആകത്തുകയും അതല്ലേ? മനുഷ്യരോടും ദൈവത്തോടും സൗഹൃദം ആചരിക്കുന്ന ഒരു കൂട്ടമല്ലേ സഭ? ആ മൂല്യത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ പിന്തിരിയാനിടയാവരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാവണം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവ് ഭൂമിയിൽ വന്നപ്പം പാപരഹിതനായിരുന്നു. പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു. നമ്മുടെ മനുഷ്യന്റെ എല്ലാ സങ്കടങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനാണ് നമ്മുടെ മഹാപുരോഹിതൻ എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നു. എന്ന് പറഞ്ഞ എല്ലാ സങ്കടങ്ങളും ദൈവത്തിന് കൃത്യമായി മനസ്സിലാകും. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഇത്രയും അധികം പർവ്വതപ്രസംഗത്തെ പോലെ ഇത്രയും അധികം നീതിയുടെ, ന്യായത്തിന്റെ, വിശുദ്ധിയുടെ ഉച്ചകോടി വരച്ചു കാണിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര ലോകത്തുണ്ടോ? അത്രയ്ക്കും ഭയങ്കരമാണത്. പർവ്വതപ്രസംഗത്തെ പോലെ ഇറ്റ്സ് ആൻ അമേസിംഗ് റിയാലിറ്റിയാണ്.
അതിനേക്കാൾ അപ്പുറമായിട്ടൊന്നും എഴുതി ചേർക്കാൻ പറ്റത്തില്ല. പക്ഷെ അത്രയും മൂല്യങ്ങൾ അത് ജീവിച്ചവനാണ് ക്രിസ്തുവെങ്കിലും തന്നെക്കുറിച്ച് മറ്റുള്ളവർ അപവാദം പറഞ്ഞുണ്ടാക്കിയത് എങ്ങനെയായിരുന്നു? ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. ആരോ പറഞ്ഞു സഭ ഇന്ന് വിശുദ്ധന്മാരുടെ കൂട്ടമാണ് സഭ. സത്യം. പക്ഷെ പാപിയായ ഒരു മനുഷ്യൻ ഇതിന്റെ അകത്ത് വന്നിരുന്ന് നമ്മൾ അവനെ ജഡ്ജ് ചെയ്ത് താക്കുന്ന ഒരു മനോഭാവത്തിലല്ലേ പലപ്പോഴും സഭയിൽ ധൈര്യത്തോടെ കോൺഫിഡന്റോടെ ഒരു പാപിക്ക് ഇന്ന് കടന്നു വരാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിങ്ങൾ പറ. നമ്മുടെ കർത്താവ് നിലവാരങ്ങളൊന്നും സാക്രിഫൈസ് ചെയ്തില്ല. എന്നിട്ടും പാപികളുടെ ചുങ്കക്കാരുടെ സ്നേഹിതൻ എന്ന പേരാണ് എനിക്ക് കിട്ടിയത്. Is that possible? That is possible. അവിടെ സ്നേഹിതനായതുകൊണ്ട് അവർ ചെയ്ത ബാഡ് കമ്പനി കറപ്റ്റ് ചെയ്യും. നല്ല സുഹൃത്തുക്കൾ മോശക്കാരാണെങ്കിൽ അവരെ നമ്മളെ സ്വാധീനിക്കാൻ നമ്മൾ അനുവദിച്ചാൽ നമ്മളെ കറപ്റ്റ് ചെയ്യും നിശ്ചയം. We should be careful about it. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച്, നമ്മുടെ സൗഹൃദത്തെ കുറിച്ച് നമ്മൾ അങ്ങനെ കെയർഫുൾ ആയിരിക്കണം. പക്ഷെ അവർ നമ്മളെ സ്വാധീനിക്കാതെ നമ്മൾക്ക് അവരെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ yes, you can be a friend even with somebody who is not in line. That is okay. That is okay. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് കർത്താവ് അറിയപ്പെട്ടു എന്നുള്ളത് മറക്കരുത്. ഹല്ലേലൂയ. ചില പ്രായോഗികമായ വശത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. സദൃശവാക്യങ്ങൾ 18:24 വാക്യം ശ്രദ്ധിച്ചേ. സദൃശവാക്യങ്ങൾ 18:24. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും, എന്നാൽ സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതന്മാരും ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം സഹോദരന്മാരെക്കാളും പറ്റുള്ള സ്നേഹിതന്മാര് ഉണ്ട്. വളരെ സ്നേഹിതന്മാരെ കുറിച്ച് അവിടെ പറയുന്നത് നമുക്ക് സമ്പത്തുള്ളപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും കൂടും. പക്ഷെ പ്രയാസം അനുഭവിക്കുമ്പോൾ അവരെല്ലാം നമ്മളെ വിട്ടിട്ടുണ്ട്. അതൊന്നും ശരിയായ ജെന്യുവിൻ ഫ്രണ്ട്ഷിപ്പ് അല്ല. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഭൂമിയിലാണെങ്കിൽ പോലും പ്രാർത്ഥനയോടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. പ്രയാസകാലങ്ങളിൽ, ആപത്ത് കാലങ്ങളിൽ കൂടെ നിൽക്കുന്നവരാണ് ശരിയായ ഫ്രണ്ട്. സദൃശവാക്യങ്ങളിൽ ഒരുപാട് പ്രായോഗികത ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 17:17 എന്താ പറയുന്നത്? സദൃശവാക്യങ്ങൾ 17:17. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കും, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരും. ബ്ലഡ് റിലേഷൻഷിപ്പ് എപ്പോഴും വേണമെന്നില്ല. ഈ ബ്ലഡ് റിലേഷനെക്കാട്ടിലും അമേസിംഗ് ആയൊരു ഫ്രണ്ടിന് നിങ്ങൾക്കും ആകാൻ കഴിയും. കർത്താവ് പറഞ്ഞ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ ആർക്ക് ചെയ്യണം? നിങ്ങൾ അവർക്ക് ചെയ്യണം. നിങ്ങളെ ആരെങ്കിലും ഇപ്പോഴും ഫോൺ വിളിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആരെങ്കിലും വിളിക്കണം. സോ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങളോടൊപ്പം ഒരാൾ അല്പം സമയം ചെലവഴിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേരോട് കൂടെ സമയം ചെലവഴിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. അതൊരു ഡിവൈൻ ഇൻവെസ്റ്റ്മെന്റ് ആയി നമ്മൾ കാണണം. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കും, അനർത്ഥകാലത്ത് സഹോദരനായി തീരും. ആൻഡ് വി മസ്റ്റ് ബിക്കം എ ട്രൂ ഫ്രണ്ട് ടു സംബഡി. നമ്മൾ ഒരു നല്ല സ്നേഹിതനായിരിക്കണം മറ്റൊരാൾക്ക്. 100 പേരോട് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് 3 to 5 people. 3 പേര് മുതൽ 5 പേര് വരെ പ്രാക്ടിക്കലാണ്. ദ വെരി മിനിമം. അതിന് നിക്ഷേപങ്ങളുണ്ട്, അതിന് മുതൽ മുടക്കുണ്ട്, പണമല്ല. അതിന് സമയം കൊടുക്കണം, അതിനുവേണ്ടി അധ്വാനങ്ങളുണ്ട്, അതിന് ലേബറുണ്ട്. അത് മറക്കാതെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളെ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. അപ്പോൾ ഒരിക്കലും നമുക്ക് കിട്ടാതെ വരുമ്പം നമുക്ക് ഈ മ്യൂച്വൽ ബെനഫിറ്റിന് വേണ്ടി മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടരുത്. എനിക്ക് എന്തെങ്കിലും സഹായം കിട്ടും, അവനും കിട്ടും, ഒരു അന്യോന്യം ഒരു സഹായം. യെസ്, അതൊരു ലെവൽ ഓഫ് ഫ്രണ്ട്ഷിപ്പാണ്.
പക്ഷെ അതല്ല ശരിയായ ഫ്രണ്ട്ഷിപ്പ്. നല്ല കാലത്ത് ചീത്തക്കാലത്ത് മാറിപ്പോകുന്ന, നല്ല കാലത്ത് കൂടെ നിൽക്കുന്ന, അതല്ല ശരിയായ ഫ്രണ്ട്ഷിപ്പ്. അതൊരു ഉടമ്പടി ബന്ധമാണ്, സൗഹൃദമെന്ന് നമ്മൾ മറക്കരുത്. ജോനാഥാനും ഡേവിഡും തമ്മിലുള്ള ബന്ധത്തെ അങ്ങനെയാ കാണുന്നത്. നമ്മൾ വിവാഹ ബന്ധത്തെ എങ്ങനെയാ കാണുന്നത്? കേവലം ഒരു കോൺട്രാക്റ്റ് ആയിട്ടല്ല കാണേണ്ടത്. ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്ട്. ഒക്കെ നീ എന്നോട് നന്നായിരുന്ന ഞാനും നിന്നോട് നന്നായിരിക്കും എന്നതല്ല വിവാഹ ഉടമ്പടി. അതാണ് വിവാഹ ഉടമ്പടിയിൽ എന്താ പറയുന്നത്? സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ആ കാര്യം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാം. കാരണം നമ്മൾ ടേപ്പ് ഓണാക്കി അതങ്ങ് പോകും. പക്ഷെ സത്യത്തിൽ നമ്മൾ എന്താ പറയുന്നത്? ഇതെല്ലാം ആണെന്ന് ഞാൻ ആരെയൊക്കെ സാക്ഷി നിർത്തിയാ അത് പറയുന്നത്? ദൈവത്തെ, ദൂതന്മാരെ, സഭാപ്രതിനിധികളെ എല്ലാവരെയും സാക്ഷി നിർത്തി നവീൻ ഇപ്പൊ കാണാൻ പഠിക്കാൻ തോന്നുന്നത്. കാരണം ഇറ്റ്സ് ഗോയിങ് ടു ബി യൂസ്ഫുൾ ഫോർ ഹിം. ഞാൻ നിന്നോട് ഉഭയസമ്മതം ചെയ്യുന്നു എന്നാണ്. സോ ആരൊക്കെ സാക്ഷികൾ? ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൂതന്മാരും സഭകളും. അപ്പൊ ദൃശ്യമായ അദൃശ്യമായ ഒരുപാട് റിയാലിറ്റികൾ അതിന്റെ പുറകിലുണ്ട്. എന്നിട്ടാണ്, അല്ലാതെ കേവലം രണ്ടു പേര് തമ്മിൽ ഒപ്പുവെക്കുന്ന ഒരു കോൺട്രാക്ട് അല്ല വിവാഹം. അതുപോലെ തന്നെയാണ് അത്ര സൗഹൃദം. ഇറ്റ്സ് എ കവനന്റ് എന്നാണ്. ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. ഐ ആം റെസ്പോൺസിബിൾ ഫോർ ഹിസ് സേഫ്റ്റി ആൻഡ് ഹിസ് വെൽബീയിങ് എന്ന് എല്ലാവരും പറയുമ്പം അവിടെ സ്വർഗമാകുകയാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞ ദൈവരാജ്യത്തിന്റെ ഒരനുഭവം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ സാഹോദര്യത്തിലാണ്, ഈ സ്നേഹത്തിലാണ്, ഈ സ്നേഹബന്ധത്തിലാണ്. എന്നോടൊപ്പം ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ചില കാര്യങ്ങളൊക്കെ തലയുടെ മുകളിൽ കൂടെ പോയാലും കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ പഠനം പറയുന്നത് സാമൂഹ്യ ഏകാന്തതകൾ കൂടുന്നെന്നാ. എന്റർടൈൻമെന്റ് കൂടിയോണ്ട് ഒരു കാര്യവുമില്ല. മനുഷ്യന് ഏകാന്തത കൂടുന്ന, ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്ന അവസ്ഥയാണ് ഇന്ന്. ഒത്തിരി എന്റർടൈൻമെന്റുകളുണ്ട്, പക്ഷെ പിള്ളേരോട് ചോദിച്ചാൽ ഭയങ്കര ബോറാ. ശരിയല്ലേ? പണ്ടൊക്കെ നമ്മൾ ചിരട്ടയും മണ്ണും ഒക്കെ കൊണ്ട് കളിച്ച കാലങ്ങളിൽ ഇത്രയും ബോറിംഗ് ഇല്ലായിരുന്നല്ലോ. ഇന്ന് ഒരല്പസമയം കുഞ്ഞുങ്ങൾക്ക് മാറി നിൽക്കാൻ ബോറാ. ഇത്രയും അധികം എന്റർടൈൻമെന്റ് ഉണ്ടായ കാലം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സോ ബോർഡം വർദ്ധിച്ചെന്നാ പഠനം. ഇത്രയും അധികം ആക്ടിവിറ്റികൾ കൂടി, എന്റർടൈൻമെന്റുകൾ കൂടി, പക്ഷെ ബോർഡം വർദ്ധിച്ചത്രേ. അപ്പൊ പഠനം ബോർഡം മാത്രമല്ല, ഏകാന്തത വർദ്ധിച്ചു, ജനസാന്ദ്രത കൂടി. കർത്താവിന്റെ കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 250 മില്യൺ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ലോകത്ത്. What does that mean? 250 million is equivalent to 25 crores. Am I correct? 25 കോടി ആളുകളാണത്രേ അന്നത്തെ ലോകത്തിന്റെ ജനസംഖ്യ. ഇന്ന് ഇന്ത്യയുടെ ജനസംഖ്യ ഏകദേശം 140-150 കോടിയായി. ഇത്രയും അധികം ജനങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോഴും നമുക്ക് ശരിക്കും കമ്മ്യൂണിറ്റി ലൈഫിലല്ല നമ്മൾ ത്രൈവ് ചെയ്യുന്നത്, നമ്മൾ ഏകാന്തതയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പഠനം പറയുന്നത്. ബൈബിൾ പറയുന്നതല്ല. യെസ്, ബൈബിൾ സ്വാർത്ഥതയിലേക്ക് മനുഷ്യൻ മൂവ് ചെയ്യുന്നുള്ളത് ബൈബിൾ സൂചന നൽകുന്നു. പക്ഷെ പഠനങ്ങൾ പറയുന്നത് മനുഷ്യൻ ഇന്ന് ഏകാന്തമാണ്. നല്ല ബന്ധങ്ങൾ ഊട്ടി ഉറക്കപ്പെടുന്നില്ല. എല്ലാ ബന്ധങ്ങളിലും ചതിയുണ്ട്. വഞ്ചനകൾ നിറഞ്ഞ ബന്ധത്തിൽ പരമാർത്ഥ ബന്ധങ്ങൾ നിർമ്മിച്ചെടുക്കാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് തീരുമാനിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദാറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ചർച്ച്. സഭ അതാണ് പ്രിയരെ. പരമാർത്ഥ ബന്ധങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ലോകത്തിന്റെ ഏറ്റവും വലിയ എപ്പിഡമിക് ആയിട്ട് പോലും അതിനെ ചിത്രീകരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പകർച്ചവ്യാധിയാണത്രേ ഏകാന്തത. അപ്പൊ ആദ്യം ഉണ്ടായ പ്രശ്നം മാത്രമല്ല, പോസ്റ്റ് മോഡേണായ ഇന്നത്തെ 21ാം നൂറ്റാണ്ടിന്റെയും പകർച്ചവ്യാധികളിലൊന്ന്, ഭീകരമായ പകർച്ചവ്യാധികളിലൊന്ന് ഏകാന്തതയാണ്. അതുകൊണ്ട് ചർച്ച എന്ന് പറയുന്നത് ഇതിനെ ശരിക്കും ഫൈറ്റ് ചെയ്യുന്നതായിരിക്കണം. അതുകൊണ്ടാണ് ബൈബിളിൽ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ, മറ്റൊരു സമയത്ത് ഞാൻ സംസാരിക്കാം, അന്യോന്യം എന്ന ഒരു പദം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. Encourage one another, edify one another. അന്യോന്യം പണിയണം, അന്യോന്യം പ്രോത്സാഹിപ്പിക്കണം, അന്യോന്യം
ആശ്വസിപ്പിക്കണം, അന്യോന്യം ധൈര്യപ്പെടുത്തണം. അതൊരു സന്ദേശമാണ്. You just note that word, one another. എത്ര വലിയ ഒരു സത്യമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ദൈവത്തോട് മാത്രമല്ല, അന്യോന്യം ഏകോപിപ്പിക്കുന്ന ബന്ധം, സുദൃഢമായ ബന്ധം ഉരുവാക്കുന്ന ആ ദർശനത്തിലേക്കാണ് നമ്മളെ ദൈവവചനം നയിക്കുന്നത്. എന്നോടൊപ്പം നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ. ഇന്ന് സമയം മുൻപോട്ട് പോയി. പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു, പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇത് എല്ലാ കാര്യങ്ങളും എന്ന് ഞാൻ തീർത്തുമില്ല. പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് മറ്റ് ഏതെങ്കിലുമൊക്കെ സന്ദേശത്തിൻ്റെ ഇടയിൽ പിന്നെയും നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയട്ടെ. ഓരോ സൗഹൃദങ്ങളും, let me read that in English. It's a statement. ഏതോ ദൈവപുരുഷൻ എഴുതിയ ഒരു വാചകമാണ്. Every friendship is a small and imperfect echo of the triune God. ഓരോ ബന്ധങ്ങളും ഓരോ സൗഹൃദങ്ങളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ ആചരിക്കുന്ന ദൈവ സാദൃശ്യത്തിൻ്റെ ഒരു ബലഹീനമായ ചെറിയ നിഴലുകളാണത്രേ. അപ്പൊ നല്ല ഒരു പരമാർത്ഥ ബന്ധം നിങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുമ്പം വാസ്തവത്തിൽ നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? യു ആർ റിഫ്ലക്റ്റിംഗ് ദ ഇമേജ് ഓഫ് ഗോഡ്. ദൈവ സാദൃശ്യത്തെ നിങ്ങൾ ഒന്ന് ബലഹീനമായിട്ടാണെങ്കിലും ഒന്ന് പ്രതിഫലിപ്പിക്കുകയാണ്. എന്നോടൊപ്പം ഉണ്ടോ നിങ്ങൾ? അങ്ങനെ നിങ്ങൾ ഒരുപാട് ചെയ്യുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താ? നമ്മൾ ദൈവ സാദൃശ്യത്തെ നിവർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തോടും മനുഷ്യരോടും ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്ന, ചതികളും വഞ്ചനകളുമില്ലാത്ത ഒരാത്മീയ സമൂഹം, എള്ളോളം പൊളിവചനമില്ലാത്ത ഓണത്തിൻ്റെ ദർശനം ശരിക്കും നിറവേറ്റപ്പെടുന്നത് ബൈബിളിലാണെന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ മുമ്പാകെ സൗഹൃദം ഒരിക്കലും മാനുഷികമല്ല. കാരണം റിലേഷൻഷിപ്പ് ദൈവത്തിൻ്റെതാണ്. ഞാൻ എപ്പോഴും ഹീലിംഗ് ദൈവത്തിൻ്റെതാണ് എന്ന് പറയുന്നത് പോലെ റിലേഷൻഷിപ്പ് ദൈവത്തിൻ്റെതാണ്. ബലം ദൈവത്തിൻ്റെതാണെന്ന് ഇന്ന് നമ്മൾ പാടി. പക്ഷേ ബലത്തിൻ്റെ ഒരു മറ്റൊരു ഇഫക്റ്റാണ് ഇന്ന് നമ്മൾ ഈ ഫാന് എ സിയും വർക്ക് ചെയ്യുന്നത് ഒരു എനർജി കൊണ്ടാണ്. പക്ഷേ ആക്ച്വലി ഇറ്റ് ബിലോങ്സ് ടു ഹോം. അത് നമുക്ക് യൂസ്ഫുൾ ആണ്, പക്ഷേ ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്. എങ്ങനെയല്ലേ ആറ്റമിക് എനർജി എന്ന് വന്നാലും ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് വന്നാലും എനർജി എവിടുന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ബലം ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അല്ല. ബില്ല് കുറച്ച് കൂടുതൽ അടയ്ക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുന്നവർക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ബന്ധം ഇറ്റ്സ് എ ഡിവൈൻ പ്രോപ്പർട്ടിയാണ്. പക്ഷേ നമുക്കത് ആസ്വദിക്കാൻ ദൈവം തന്ന അവസരം എത്ര വിലയേറിയതാണ്. അതുപോലെ ചെറിഷ് ചെയ്യാൻ, just thank God for the person sitting next to you. നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തി അവിടെ ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ, നല്ല ഒരു ട്രൂ ഫ്രണ്ടായി ആർക്കെങ്കിലും തീരാൻ ഞാൻ എൻ്റെ ജീവിതത്തെയും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ആ ബന്ധം സുദൃഢമായി കാത്തു സൂക്ഷിക്കാൻ, ഹനോക്കിനെ പോലെ, അബ്രഹാമിനെ പോലെ, മോശയെ പോലെ ദൈവത്തോടൊപ്പം നടക്കാൻ, അനുകൂല കാലങ്ങളിലും പ്രതികൂല കാലങ്ങളിലും നടക്കാൻ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് നിർണയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ താണിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Can we sing that song, What a Friend We Have in Jesus? Pridyanti, thank you. We can sing that song. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ സോങ് എന്ന ദൈവത്തിൽ ആശ്രയിച്ച് പാടാം. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ഹല്ലേലൂയ. ഞാൻ സൗഹൃദത്തിന് പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ മറക്കരുത്. വിത്ത് എ ഫ്രണ്ട് വി ഡിവൈഡ് അവർ സോറോസ്.
നമ്മുടെ ദുഃഖങ്ങൾ വിഭജിക്കുകയും നമ്മുടെ സന്തോഷങ്ങൾ 10 മടങ്ങായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരനുഭവമല്ലേ സൗഹൃദം. അത് അന്യോന്യവും ദൈവത്തോടും നമുക്ക് ലഭിച്ച ഭാഗ്യം എത്ര വിശിഷ്ടമാണ്, എത്ര സ്വർഗീയമാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സമൂഹം എന്ന നിലയിലും ആ മൂല്യങ്ങൾക്കനുസരിച്ച് തന്നെ നമുക്ക് നമ്മുടെ സഭയും പണിതുയർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. What a friend we have in Jesus. All our sins and griefs to bear. What a privilege to carry everything to God in praise. Oh, what peace we often forfeit. Oh, what needless pain we bear. All because we do not carry everything to God in prayer. Have we trials and temptation? Is there trouble anywhere? He should never be discovered. Take it to the Lord in prayer. Can we find a friend so faithful, who will all our sorrow bear? Who is knows our every weakness. Take it to the Lord in prayer. Are we weak and heavy laden, covered with a load of care? Precious Savior, still our refuge. Take it to the Lord in prayer. Do thy friends despise, forsake thee? Take it to the Lord in prayer. In His arms He'll take and shield thee, till you shall find a solace there. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൗഹൃദത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വരുത്തിയ വീഴ്ചകളെ ഓർത്ത് ദൈവസന്നിധിയിൽ അനുദപിക്കുവാൻ, ദൈവത്തോടൊപ്പം നടക്കുന്നതിൽ വരുത്തിയ വീഴ്ചകളെ ഓർത്ത് അനുദപിക്കാൻ, വീണ്ടും ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഏറ്റവും അധികം താല്പര്യമെടുക്കുന്ന ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് നമ്മുടെ പിതാവിന്റെ കരങ്ങളിൽ പിടിക്കാൻ ഇന്ന് പകൽ
ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം. അവിടെ നിന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ് എന്ന വചനം നിമിത്തം അവിടെ നമുക്കും സമീപസ്ഥനാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഹൃദയത്തിൽ നിർണയിച്ച് ദൈവത്തോട് പറഞ്ഞാട്ടെ. ഇത്രമാത്രം വിശ്വസ്തനായ ഒരു സ്നേഹിതനില്ല, ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിതനില്ല, ഇങ്ങനെ ജീവൻ നൽകി സ്നേഹിച്ചൊരു സ്നേഹിതനുമില്ല. ഇന്നും നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നൊരു സ്നേഹിതൻ നമുക്ക് ഉള്ളതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടുന്ന് അഡ്വക്കേറ്റ് ആണെങ്കിലും, അവിടുന്ന് ന്യായാധിപനാണെങ്കിലും നമ്മുടെ സ്നേഹിതനാണ്. അവൻ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന സ്നേഹിതനാണ്, നമ്മുടെ സുരക്ഷ ആഗ്രഹിക്കുന്ന സ്നേഹിതനാണ്. അവിടുത്തെ മുമ്പാകെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ആ സ്നേഹബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാന്, അവിടുത്തോടൊപ്പം കൂട്ടായ്മ ആചരിപ്പാന് നമുക്ക് വളരാം. അതിനായി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. Praise you, Jesus. Praise you, Jesus. Praise Lord Jesus. Hallelujah. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിയുവാൻ തക്കവണ്ണം ആ പാട്ടുകാരൻ എഴുതിയ പാട്ട് എത്ര അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ടാണ്. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ഫ്രണ്ടായിട്ട്, കർത്താവിനോടുള്ള ആഴത്തിലുള്ളൊരു ബന്ധമുള്ളവരായിട്ട് തീരുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കും. ഇന്ന് പകൽക്കാലം കേട്ട ദൈവവചനവും നമ്മളിപ്പോൾ പാടിയ പാട്ടും ആരാധനയുമെല്ലാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ, സ്വാധീനിക്കുവാൻ നമ്മൾക്കൊരിടം കൊടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ആരാധനകളും ദൈവവചന കേൾവിയും എല്ലാം വ്യർത്ഥമായിട്ട് തീരും. അതിന് നമ്മൾ ഇടം കൊടുക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ട് തന്നെ നമ്മുടെ റിയാലിറ്റിയിൽ വാസ്തവമായ അവൻ്റെ സാന്നിധ്യത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ആർക്കെങ്കിലുമൊക്കെ പ്രയാസങ്ങളിലൂടെ ഈ ദൈവത്തെ ഫ്രണ്ട്ഷിപ്പിലേക്ക്, ഫ്രണ്ടായിട്ട് എടുക്കുന്നതിൽ, ആ ദൈവത്തെ ചേർത്ത് പിടിച്ചു നിർത്തുന്നതിൽ നമ്മൾക്ക് ആർക്കെങ്കിലും കഴിയാതെ വരുന്നവരുണ്ടെങ്കിൽ ഇത് പകൽക്കാലം നിങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തി സമർപ്പിച്ചാട്ടെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 34 നമ്മൾ വായിക്കുന്നത് പോലെ ടേസ്റ്റ് ആൻഡ് സീ ഹു ഈസ് അവർ ലോർഡ്. രുചിച്ചറിയുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ. നോട്ട് ഇൻ ഗുഡ്നെസ് അലോൺ, നമ്മൾ നന്മയിൽ മാത്രമല്ല. when we go through sufferings, നമ്മൾ കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ നന്മയെ തിരിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ നമുക്ക് കഴിയണം. പകൽക്കാലം ആരെങ്കിലും ആ രീതിയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ this is the right time. Let us pray. This is the right time. Hallelujah. Lord, come to me. Father, come to me. Holy Spirit, talk to me. Holy Spirit, change me, oh Lord Jesus. Change my heart. കർത്താവ് എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായിട്ടും വ്യത്യാസം വരുത്തുവാൻ, എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായിട്ടും മനസാന്തരത്തിലേക്ക് നയിക്കുവാൻ നിനക്ക് കഴിയും കർത്താവേ. I believe in, I trust in you, God. So change my heart, oh God.
Praise you, Jesus. Change my heart, oh God. Make it ever true. Change my heart, oh God. Make it ever true. Change my heart, oh God. Praise you, Jesus. May I Be like you. May I be like you. You are the potter. I am the clay. mold me and Make me. This is what I pray. Change my heart, oh God. എന്റെ ഹൃദയത്തെ മാറ്റിമറിക്കണമേ കർത്താവേ. Make it ever എന്റെ ഹൃദയത്തിൽ നീ രൂപാന്തരം തരണമേ കർത്താവേ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമുക്ക് പറയാം, ചേർന്ന് നമുക്ക് പാടാം. സ്തോത്രം. Oh, May I be like you. May I be like you. May I be like you. ഞാൻ നിന്നെ പോലെ ആയിത്തീരുവാൻ കർത്താവേ, എൻ്റെ ഹൃദയത്തെ നീ പൂർണ്ണമായിട്ടും മാറ്റം വരുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചവരുടെ മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇപ്പോൾ കടന്നു വരും. ഹല്ലേലൂയ. നിറയ്ക്കുന്ന ആ ദൈവശക്തി, ആ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മൾ അനുഭവിക്കട്ടെ പ്രിയമുള്ളവരെ. ഇവിടെ നിന്ന് കടന്നു പോകുന്നത് ഒരു ചേഞ്ച് ഉള്ളവരായി, ഒരു രൂപാന്തരമുള്ളവനായിട്ട്. Glory Father, completely oh Father, change me oh Lord. എല്ലാ റെക്കഡ്നെസ്സും, എല്ലാ ചീത്തത്തരവും മ്ലേച്ഛതകളും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്ന കർത്താവേ, അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും നീ തൊടണമേ, സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അവരുടെ പ്രയാസങ്ങളിൽ അങ്ങ് കൂടെ നിൽക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ മധ്യത്തിൽ നീ കൂടെ നിൽക്കണമേ. ക്ഷമിക്കാൻ കഴിയാത്തതായിട്ടുള്ള പ്രയാസങ്ങളുമായി നിൽക്കുന്നവരാരെങ്കിലും ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, let the Lord change your heart. ഇന്ന് ഈ കർത്താവിന്റെ കരം നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരട്ടെ. ക്ഷമിക്കുവാൻ, പൂർണ്ണമായിട്ടും ക്ഷമിക്കുവാൻ നമുക്ക് കഴിയട്ടെ പ്രിയമുള്ളവരെ. ഓ ലോർഡ്, താങ്ക് യു ജീസസ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അങ്ങയുടെ ഹൃദയത്തിന്റെ ശക്തി, അങ്ങയുടെ ഹൃദയത്തിന്റെ ആ സ്പന്ദനം ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരട്ടെ. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, അങ്ങ് ഞങ്ങളെ കരുതുന്നത് കൊണ്ട്, അങ്ങ് ഞങ്ങളെ മാറ്റുന്നത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിനായിട്ട് നന്ദി കർത്താവേ. എൻ്റെ ഹൃദയത്തെ മാറ്റിയതിനായിട്ട് നന്ദി, സ്തോത്രം. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നമുക്ക് കരങ്ങളെ ഉയർത്തി കർത്താവിനൊരു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ ഉച്ചത്തില്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. യെസ്, ഓ ലോർഡ്, ഹല്ലേലൂയ. വി ബ്ലെസ് യു ജീസസ്, വി പ്രൈസ് യു ജീസസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു. നമ്മൾ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ മേശയിൽ പങ്കുകാരാവാൻ നമ്മുടെ പ്രാണസ്നേഹിതനായ കർത്താവിനെ ഓർത്തുകൊണ്ട്, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവിനെ ഓർത്തുകൊണ്ട്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ അവനെ വീണ്ടെടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. അതൊരു നാളും സാധ്യമല്ല. ആ ഒരു നാളും സാധിക്കാത്ത വീണ്ടെടുപ്പാണ് പ്രാണസ്നേഹിതനായ കർത്താവ് നമുക്ക് വേണ്ടി നിവർത്തിച്ചത്. ഹല്ലേലൂയ. ആ മഹാകരുണയ്ക്ക് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ വീണ്ടും സമർപ്പിച്ചുകൊണ്ട്
എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞ ഈ സത്യത്തെ മനസ്സോടെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിപ്പാൻ, ജീവിതത്തെ വീണ്ടും സമർപ്പിച്ചുകൊണ്ട് അന്യോന്യം സ്നേഹിക്കാൻ, സാഹോദര്യത്തിൽ വളരാൻ, ആ സൗഹൃദത്തിൽ വളരാൻ, ബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് വരുവാൻ, ദൈവസ്നേഹത്തിൽ സകലരെയും കാണാൻ ആ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.